രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ. കൃഷ്ണ ഹരേ ഹരേ. ഭാഗവതത്തിന്റെ ഭാഗവതഹംസം മല്ലൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഈ ഭാഗവത നവാഹയജ്ഞം, ആ നവാഹയജ്ഞത്തില് രണ്ടാമത്തെ ദിവസത്തെ അവസാനത്തെ പ്രഭാഷണത്തിനായിട്ട് ബാലേട്ടനെ എല്ലാ ആചാര്യമര്യാദകളോടും കൂടി പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധുർഭവതു മേ സദാ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവയോഗിനാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പ്രിയ ആചാര്യൻ മനു തിരുമേനിക്ക് സാദര പ്രണാമം. അതുപോലെ തന്നെ ഈ ഗുരുസ്മരണ നവാഹയജ്ഞത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ പാദനമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു ഭാഗവത പ്രഭാഷണം പറയാൻ തന്നെ പറച്ചിലുകളൊന്നുമില്ല. പ്രഭാഷണങ്ങള് തീരെയില്ല, പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവും കമ്മിയാണ്. എങ്കിലും നറുക്കിട്ടെടുത്ത് ഭഗവാൻ തന്നൊരു അധ്യായം, അപ്പൊ അതിന് ഒരു ഒരുക്കത്തോടു കൂടി വന്നതാണ്. ഇതിലൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി തന്നത് പത്നി പത്മജ തന്നെയാണ്. അപ്പോ അതുപോലെ ഇതില് സത്യത്തിൽ ഭാഗവത പ്രഭാഷണങ്ങളല്ല, പാരായണത്തിന് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നറുക്കില് ഭാഗവത പ്രഭാഷണവും കൂടി ഉൾപ്പെട്ടത് കൊണ്ട് അതിനും കൂടി മുതിരുകയാണ്. എല്ലാവരും ഇത് എൻ്റെ ആദ്യ സംരംഭം എന്നുള്ള രീതിയിൽ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് സാദരം അനുഗ്രഹിക്കണമെന്ന് പറയാം. 14-ാമത്തെ അധ്യായം ആണ് ഇന്ന് ഇവിടെ സ്മരിക്കുന്നത്. വിസർഗം എന്ന ലക്ഷണത്തോടു കൂടിയ ചതുർത്ഥ സ്കന്ധത്തില് നമുക്ക് എല്ലാവർക്കും മഹത്തായ സന്ദേശങ്ങളും ഓർമ്മപ്പെടുത്തലുകളും നിറഞ്ഞ ഒരു കഥാഭാഗമാണ് ഇന്നത്തെ ചിന്താവിഷയം. ധ്രുവചരിതത്തിന് ശേഷം വരുന്ന അധ്യായങ്ങളാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. വിതുര മൈത്രേയ സംവാദ രൂപത്തിൽ ചതുർത്ഥ സ്കന്ധം തുടരുന്നു. മഹാനായ ധ്രുവന്റെ ചരിതം കേട്ട അദ്ദേഹത്തിന് ലഭിച്ച വൈകുണ്ഠ പദവിയെ മനസ്സിലാക്കി ഭഗവാനിൽ അടിയുറച്ച ഭക്തിയോടെ വിതുരർ മൈത്രേയ മഹർഷിയോട് തുടർന്ന് ചോദിക്കുകയാണ്. മഹർഷി, ധ്രുവചരിതത്തെ പ്രചേതസ്സുകളുടെ സദസ്സിൽ സത്രസഭയിൽ നാരദമുനി കഥാപ്രവചനം നടത്തിയെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ആരാണ് ഈ പ്രചേതസ്സുകൾ? ആരുടെ മക്കളാണ്? ആരുടെ വംശത്തിൽ പിറന്നു? പ്രചേതസ്സുകൾ സത്രം നടത്തിയത് എവിടെ? എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കഥാഭാഗം തുടങ്ങുന്നത്. ഇവിടെ നാരദ മഹർഷിയുടെ മാഹാത്മ്യത്തെ ഒന്ന് എടുത്തു പറയുന്നുണ്ട്. മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം ഏന പ്രോക്ത ക്രിയായോഗ പരിചര്യാവിധിഹരെ. മാഹാത്മ്യ അദ്ദേഹത്തിന്റെ പഞ്ചരാത്രം എന്ന ഗ്രന്ഥത്തിലെ ക്രിയായോഗത്തെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അതിലെല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യാനാണ് നിർദ്ദേശിക്കുന്നത്. സ്വധർമ്മത്തിൽ ശ്രദ്ധയോടെ ഭഗവാനെ കീർത്തിച്ച് ഇരിക്കുമ്പോഴാണ് പ്രചേതസ്സുകളുടെ മുന്നിൽ ശ്രീ നാരദർ എത്തിയത്. ഇവിടെ വീണ്ടും കഥ തുടങ്ങുകയാണ്. മൈത്രേയ മഹർഷി ധ്രുവന്റെ പരമ്പരയെ വർണ്ണിക്കുകയാണ്. ധ്രുവന്റെ പുത്രൻ ഉത്കലൻ ആത്മാരാമനായിരുന്നു. അദ്ദേഹത്തിന് ജഡൻ, അന്ധൻ, മൂകൻ, ഭരുതൻ, ബധിരൻ, ഉന്മത്തൻ എന്നീ രൂപങ്ങളിൽ അഭിനയിച്ച് ആരുമായും ചേരാതെ ജഡഭരതനെ പോലെ ജീവിച്ചു. രാജ്യഭാരങ്ങൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ധ്രുവന്റെ ഇളയപുത്രൻ വത്സരനെ രാജാവായി അഭിഷേകം ചെയ്തു. തുടർന്ന് ആ പരമ്പരകൾ വർണ്ണിക്കുകയാണ്. അതിലെ ഉൽമുഖൻ എന്ന രാജാവിന് പുഷ്കരണി എന്ന ഭാര്യയിൽ ഉത്തമ ഗുണവാന്മാരായ 6 മക്കളുണ്ടായി. അങ്കൻ, സുമനസൻ, ഖ്യാതി, ക്രതു, അങ്കിരസൻ, ഗയൻ. ഈ 6 പേരില് മൂത്ത പുത്രനായ രാജാവ് അങ്കന്റെ പുത്രനായിട്ടാണ് വേനൻ ജനിക്കുന്നത്. അങ്കന്റെ പത്നി സുനീത മൃത്യുവിന്റെ മകളാണ്.
മൃത്യുദേവന്റെ മകളാണ് സുനീത. അതുകൊണ്ട് തന്നെ മുത്തശ്ശന്റെ സ്വരൂപം അല്ലെങ്കിൽ മുത്തശ്ശന്റെ സൽസ്വഭാവങ്ങളോടുകൂടി ദുഷ്പ്രവർത്തിയാല് വേണന്റെ ദുഷ്പ്രവർത്തിയാൽ മനസ്സു നൊന്ത് അങ്കൻ നാടുവിട്ടുപോയി. മഹർഷിമാർ കോപിച്ച് വാക്കാവുന്ന വജ്രം ഹൂം എന്ന ഹൂങ്കാര മന്ത്രത്തിൽ വേണനെ ശപിച്ചു. വേണൻ മരിച്ചു. വേണന്റെ ശരീരം അമ്മ സൂക്ഷിച്ചു വെച്ചു. രാജ്യത്തില് അരാജകത്വവും കൊള്ളയും നടന്ന് വേണന്റെ ശരീരത്തില് വലതുകൈ കടഞ്ഞ് ഭഗവാന്റെ അംശമായി ആദ്യ രാജാവായ പൃഥു ജനിച്ചു എന്ന് വിതുരര് പറഞ്ഞു നിർത്തിയാണ് അവിടെ. അപ്പോൾ നമ്മളെ ഭാരതത്തില് പൊതുവെ അങ്ങോളം ഇങ്ങോളം മഹത്തുക്കളായ ശ്രോതാക്കളും വക്താക്കളുമാണെന്ന് നമുക്കറിയാം. കഥയിലൂടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധാലുവായ ശ്രോതാവിനുണ്ടാവുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ മികച്ച ചോദ്യങ്ങളിലൂടെ അറിവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് പറയുന്ന ആൾക്ക് ഊർജത്തോടുകൂടി പറഞ്ഞു കൊടുക്കാനും കഴിയും. അപ്പൊ ഇവിടെ വിതുരൻ ഉടൻ തന്നെ അംഗരാജാവിന്റെ കാര്യങ്ങൾ വിശദമായി അറിയണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. മൈത്രേയർ ഉത്സാഹപൂർവം മറുപടി പറയുന്നു. എല്ലാം വിശദമായിട്ട് വീണ്ടും പറയുകയാണ്. പണ്ട് രാജർഷിയായ അങ്കൻ ഒരു അശ്വമേധ യാഗം നടത്തുകയുണ്ടായി. ബ്രഹ്മജ്ഞരായ മുനികൾ എത്ര തന്നെ ആഹൂതി നടത്തിയിട്ടും ദേവന്മാർ ഹവിസ് യജ്ഞഭാഗം സ്വീകരിക്കാൻ എത്തിയില്ല. ബ്രാഹ്മണർ ഈ വിവരം പോയി രാജാവിനെ അറിയിച്ചു. ഞങ്ങൾ വളരെ ദോഷരഹിതവും ശ്രദ്ധയോടുകൂടി വ്രതമെടുത്ത് നടത്തിയ വിധി അനുസരിച്ച് മന്ത്രം ജപിച്ച് ആണ് ഞങ്ങൾ ഹവിസുകൾ അർപ്പിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ ദേവന്മാർ ഹവിർഭാഗം സ്വീകരിക്കാൻ എത്തിയില്ല. രാജാവിന് ദുഃഖമായി. രാജാവ് നേരെ തന്റെ സഭാപതികളോട് ചോദിച്ചു, പുണ്യാത്മാക്കളെ, എന്തുകൊണ്ടാണ് ദേവന്മാർ വരാത്തത്? എന്ത് അപരാധമാണ് എന്റെ പേരിലുള്ളത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഈ യജ്ഞം സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഈ ഹവിസ് സ്വീകരിക്കാൻ ദേവന്മാർ വരാത്തത് എന്ന് ചോദിച്ചു. ഇവിടെ ആ അംഗരാജാവിന്റെ ഒരു മഹാത്മ്യം നോക്കൂ. സഭാവാസികളോട്, തന്റെ പ്രജകളോടാണ് അദ്ദേഹം തന്റെ പ്രശ്നം ചർച്ച ചെയ്തത്. അവരോട് ചോദിച്ചു. അവരുടെ ഉത്തരം അനുസരിച്ചിട്ട് അവരുടെ പ്രതിവിധികളും കൂടി അന്വേഷിച്ചിട്ടാണ് അദ്ദേഹം ഒരു തീരുമാനത്തിൽ എത്തുന്നത്. സഭാപതികൾ രാജാവിനെ സമാശ്വസിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു, ഈ ജന്മത്തിൽ അങ്ങ് യാതൊരു അപരാധവും ചെയ്തിട്ടില്ല. പക്ഷെ പൂർവജന്മ കർമ്മഫലമായി അവിടത്തേക്ക് സന്താനങ്ങളില്ല. അതുകൊണ്ടൊരു ശ്രേഷ്ഠ പുത്രൻ ജനിക്കാനായി യജ്ഞേശ്വരനായ ശ്രീഹരിയെ യജ്ഞങ്ങൾ കൊണ്ട് പ്രസാദിപ്പിക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും പുത്രന്മാരുണ്ടാവുമെന്ന് പറഞ്ഞു. ശ്രീഹരി പ്രസാദിക്കുന്നതോടെ മറ്റു ദേവന്മാരും യജ്ഞം സ്വീകരിക്കാൻ എത്തും. അവരും അങ്ങയുടെ ഹവിസ് സ്വീകരിക്കാൻ എത്തും. അവരും പ്രസാദിക്കുമെന്ന് സ്നേഹസമ്പന്നരായ സദസ്യർ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് ഋദ്ധിക്കുകൾ രാജാവിന്റെ ആഗ്രഹപ്രകാരം പുത്രലാഭത്തിനായി യജിക്കുവാൻ തുടങ്ങി. യാഗാഗ്നിയിൽ നിന്നും സ്വർണാഭരണ വിഭൂഷയായ ഒരു പുരുഷൻ സ്വർണപാത്രത്തിൽ പായസവുമായി ഉയർന്നു വന്നു. പുരോഹിതന്മാരുടെ അനുവാദത്തോടെ രാജാവ് ആ പായസം സ്വീകരിച്ചു പത്നിക്ക് കൈമാറുന്നതിന് മുമ്പ് ഇദ്ദേഹം ആ പായസം ഒന്ന് മണത്തു നോക്കി. കാരണം എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം തന്നെയാണ്. ഭഗവാന് കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ചന്ദനത്തിരി മേടിച്ച ചന്ദനത്തിരി ഒന്ന് മണക്കും, കർപ്പൂരാണെങ്കിൽ അതും ഒന്ന് മണത്തു നോക്കും. അതുപോലെ ഈ പാവം പായസമല്ലേ ഒന്ന് മണത്തു നോക്കി. അതൊരു അബദ്ധം അദ്ദേഹത്തിന് അങ്ങനെ പറ്റി. രാജ്ഞി ഗർഭിണിയായി. സാധാരണ പോലെ തന്നെ സമയമായപ്പോൾ മിടുക്കനായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞാണ് നമ്മുടെ കഥാനായകൻ വേണൻ. ദുർവിധി എന്ന് പറയട്ടെ, ആ പുത്രൻ ബാല്യത്തിൽ തന്നെ അധർമ്മിയായിരുന്നു. മുത്തശ്ശന്റെ പരമ്പര നേരെ വന്നു ചേർന്നു അദ്ദേഹത്തിലേക്ക്. മുട്ടിൽ കഴിയുമ്പോൾ തന്നെ കാണുന്ന പ്രാണികളെയും പാറ്റകളെയൊക്കെ മടിച്ചു കൊല്ലും. കുറച്ചുകൂടി മുതിരുന്നപ്പോ വേട്ടയ്ക്ക് പോയി വേട്ടമൃഗങ്ങളെ ക്രൂരമായ രീതിയിൽ വേട്ടയാടി കൊല്ലും. അതുപോലെ വലുതായ മുതിർന്നവരെയൊക്കെ കണ്ടാല് കൂട്ടിക്കൊണ്ടുപോയി വഴി കാണിച്ചു തരാന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ടുപോയി അപ്പുറത്ത് പൊട്ടക്കിണറ്റിലോ അല്ലെങ്കിൽ വല്ല കാട്ടിന്റെ നടുവിലൊക്കെ കൊണ്ടുപോയി ഉപേക്ഷിക്കും. അങ്ങനെ ഒരുപാട്
ദുഷ്പ്രവർത്തികൾ ചെയ്തു തുടങ്ങി. ഇതിനൊക്കെ എവിടുന്ന് ഒരു ശീലം കിട്ടി എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. സ്കൂളും കോളേജും ഒന്നും ഇല്ല, അവര് അധ്യാപകരെ ഒന്നും കുറ്റം പറയാൻ നിർത്തിയില്ല. ഇന്നത്തെ കാലത്തെ പോലെ TV കാണാനുള്ള സൗകര്യവും ഇല്ല. പിന്നെന്താ, എല്ലാം ഈ ദൈവനിശ്ചയം, പ്രാരബ്ധം അല്ലെ. അതിനൊരു ഇതുള്ളത് പിതാമഹന്റെ സ്വരൂപം കിട്ടാനുള്ള ചാൻസ് ആണ്. അത് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അയാളുടെ ക്രൂരതയെ നമുക്ക് ഇതില് ശ്ലോകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. സമപ്രായക്കാരായ കുട്ടികളെ യാതൊരു കരുണയും കൂടാതെ പശുക്കളെ കൊല്ലുന്ന പോലെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമായിരുന്നു. അത്രയും ക്രൂരനായിരുന്നു വേനൻ എന്നാണ് ഇവിടെ നമ്മുടെ ശ്ലോകത്തില് പറയുന്നത്. രാജാവിന്റെ മകനായതുകൊണ്ട് ആർക്കും കുറ്റം പറയാൻ നിർത്തിയില്ല. എങ്ങനെ പോയിട്ട് പറയുക? രാജാവിന് ചിലതൊക്കെ ഇങ്ങനെ ദൂരത്തുനിന്ന് കേൾക്കണ പോലെ കേൾക്കാൻ, എന്നാലും അടുത്തു പോയിട്ട് ആരും പറയാൻ ധൈര്യപ്പെട്ടില്ല. എങ്കിലും സഹികെട്ട് പ്രജകള് അദ്ദേഹത്തെ സമീപിച്ചു പറഞ്ഞു, വേനന്റെ സ്വഭാവം അത്ര ശരിയില്ല, ആ പോക്കത്ര നന്നായിട്ട് തോന്നുന്നില്ല, എന്തെങ്കിലും ഒന്ന് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? രാജാവ് വിചാരിച്ചു ശരിയാണ്, ഒന്ന് ഉപദേശിക്കാം. മകനെ ഉപദേശിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുത്രവാത്സല്യം ഏതെങ്കിലും രീതിയിൽ അതിന്റെ ഇതൊന്നും ആവശ്യമില്ല, അതൊക്കെ ശരിയായിക്കോളും, വലുതാവും തോറും ഒക്കെ ശരിയാവും, ഇപ്പൊ കുട്ടിയല്ലേ, എന്തിനാ ചീത്ത പറയും ഇതിയൊക്കെ ചെയ്യുന്നത്? പക്ഷെ ഇങ്ങനെ എല്ലാ തെറ്റിനും അനുകൂലമായിട്ട് മാതാപിതാക്കൾ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് നാട്ടുകാര് വെറുതെ ഇരിക്കില്ല. അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാകുമ്പോ അവരെന്ത് ചെയ്യും? അവര് കൈവയ്ക്കും. അങ്ങനെ ഈ പ്രായത്തിൽ ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം ദുഷ്പ്രവർത്തികൾ ചെയ്ത് വലുതായി കൊണ്ടിരുന്നു വേനൻ. അവസാനം രാജാവിന് എന്തെങ്കിലും രീതിയിലൊന്ന് വേനനെ ഉപദേശിക്കാത്ത നിവർത്തിയില്ല എന്നുള്ള സ്ഥിതിയിലായി. അദ്ദേഹം ഉപദേശിച്ചു, വേന ഇങ്ങനെയൊക്കെ വേണോ? കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചൂടെ? എന്റെ സമപ്രായക്കാരൊക്കെ നല്ല രീതിയിലല്ലേ നടക്കുന്നത്? നീ ഒരു രാജകുമാരനല്ലേ, നീ അതിൻ്റെതായ ഒരു നല്ലത് കാണിച്ചു കൊടുക്കണ്ടേ? നീ അവർക്കൊരു ലീഡർഷിപ്പ് ആവണ്ടേ? നീ അവർക്ക് ഈ ഇങ്ങനെ ദുഷ്ടതകൾ മാത്രം കൊണ്ടു നടന്ന് അവരെയും കൂടി ഇതിലേക്ക് ആക്കണോ? പക്ഷെ അവിടെയും സുനീതയുടെ ഇടപെടലുണ്ടായി. രാജാവിനോട് കുറെ കയർത്തു. അങ്ങനെ അംഗരാജാവിന് വളരെയധികം വിഷമവും ഉണ്ടായി. എന്താ ഒരു കഷ്ടം, കുടുംബത്ത് ഒരു വിലയില്ലാതായി, ഭാര്യ മക്കൾക്ക് തീരെ വേണ്ട, മകൻ ഒട്ടും വേണ്ട. അപ്പോ ഈ നാട്ടിലുള്ള വില കൂടി ഇനി പോണതിന് മുമ്പ് ഇവിടം വിട്ടുപോവുകയല്ലേ നല്ലത്. നാട്ടുകാര് രാജാവ് എന്നുള്ള രീതിയിൽ ബഹുമാനിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അവരെ എന്തെങ്കിലും പറഞ്ഞു വരുന്നതിന് മുമ്പ് നാട് വിടുകയല്ലേ നല്ലത് എന്ന് പറഞ്ഞ് അദ്ദേഹം നാട് വിട്ട് നേരെ കാട്ടിലേക്ക് പോയി. രാജാവ് സമ്പന്നനാണ്, കൊട്ടാരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കാട്ടിലെത്തിയതോടുകൂടി അദ്ദേഹത്തിന് മറ്റു ചിന്തകളൊന്നും ഇല്ലാതായി. മറ്റു ചിന്തകളൊന്നും ഇല്ലാത്ത കാരണം ഭാര്യ മക്കളുടെ ആസക്തി ഉണ്ടായില്ല. കാരണം അവരുടെ ദ്രോഹബുദ്ധി കൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ കൊണ്ട് സഹികെട്ടിട്ടാണ് അദ്ദേഹം കാട്ടിലേക്ക് പോയത്. അതുകൊണ്ട് മക്കളുടെ ഒന്നും ഭാര്യ മക്കളുടെ ഒരു ആസക്തി ഇല്ല. മനസ്സ് ശുദ്ധമായത് കൊണ്ട് ഭഗവാനിൽ വേഗം മനസ്സുറപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം ഭഗവാനെ പ്രാപിച്ചു, ഭഗവാനിൽ ലയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇത്രയും ശാന്തിയും സമാധാനവും ആസ്വദിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യയും മകളും കാരണമാണ്, അല്ലെ? അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെന്ന് ചിന്തിക്കണം. വേണമെങ്കിൽ അങ്ങനെ ആവാം. അവരൊന്ന് തിരിഞ്ഞത് കൊണ്ട്, അവര് മാറി ചിന്തിച്ചത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് പെട്ടെന്ന് തീരുമാനമെടുക്കാനും ഭഗവാനിൽ ലയിക്കാനും കഴിഞ്ഞത് എന്ന് ഇത് കുപുത്രത്വം വിരക്തിക്ക് ഹേതുവാണ് എന്നൊരു കൂടി ശ്ലോകം ഇവിടെ പറയുന്നുണ്ട്. വിരക്തി വേഗം വരാൻ എങ്ങനെയുള്ളതാണ്. നല്ല പുത്രനായിരുന്നുവെങ്കിൽ അവരിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു പോയേനെ. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് വേഗം രാജാവാക്കണം, അവന് വേഗം വയസ്സാവട്ടെ, അവനെ അതുകൊണ്ട് ആ രാജാവാക്കി കാണാൻ ഒരു ആഗ്രഹം, അവന്റെ പട്ടാഭിഷേകം കാണണം, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയേനെ. നല്ല രീതിയിലേക്ക് അപ്പൊ ഭഗവാനിലേക്ക് അടുക്കാൻ പ്രയാസമായി പോയേനെ. പക്ഷെ ഇവിടെ ആ ഒരു ചിന്ത വരാത്തത് കൊണ്ട് അദ്ദേഹത്തിന്
ഭഗവാനിലേക്ക് എത്രയും പെട്ടെന്ന് ലയിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്കന്റെ കാര്യം അങ്ങനെ കഴിഞ്ഞു. പക്ഷെ രാജ്യത്തിന്റെ സ്ഥിതി വളരെ പരിതാപകരമായി. നാട്ടിൽ അരാജകത്വമായി. എല്ലാ ദുഷ്ട ശക്തികളും തലപൊന്തിക്കാൻ തുടങ്ങി. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എല്ലാവരും പോയിട്ട് ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊക്കെ പോലെ കപ്പൻ ചോദിക്കണ പോലെ കട നടത്തണവന്റെ നിന്ന് കാശ് ചോദിക്കുക, അല്ലെങ്കിൽ പല വഴി കച്ചവടക്കാരുടെ നിന്ന് പണം ചോദിക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആ രീതിയിൽ അരാജകത്വമായപ്പോ ഋഷിമാര് തീരുമാനിച്ച് എങ്ങനെയെങ്കിലും ഈ വേനനെ ഒന്ന് രാജാവാക്കുക. ഒരു ഉത്തരവാദിത്തം കിട്ടിയ അദ്ദേഹത്തിന് എന്തെങ്കിലും നന്മയുണ്ടാകുമെന്ന് നോക്കാം. മിക്കവാറും ഉണ്ടാവും. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, കല്യാണം കഴിക്കാതെ എങ്ങനെ ദുഷിച്ച് നടക്കുമ്പോൾ അവനെ ഒരു കല്യാണം കഴിപ്പിച്ച അവൻ നന്നാവും, ഉറപ്പായിട്ടും നന്നാവും. സാധാരണ എല്ലാവരും ഒരു പ്രതിവിധി അതേ പറയും, ഒന്ന് കല്യാണം കഴിപ്പിക്കുമോ, അതോടുകൂടി അവന്റെ ഇതെല്ലാം അവനെ കെട്ടിയിട്ട പോലെ ആവുന്നത്. ചിലപ്പോൾ അവൻ അവരെയും കൂടി കെട്ടിയിടും. ആ രീതിയിലാണ് സാധാരണ സംഭവിക്കുക. അല്ലാത്ത സാധുവിന്റെ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ കെട്ടിയിട്ട പോലെ ആവും. അപ്പൊ അതേപോലെ ഇവിടെ അപകടക്കാരനാണ്, എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരു അധികാരം കിട്ടിയാൽ അദ്ദേഹം നേരെ ആയാലോ എന്ന് വിചാരിച്ച് അവന്റെ പട്ടാഭിഷേകം, വേനനെ രാജാവായി അഭിഷേകം ചെയ്തു, രാജാവാക്കി. കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്താൽ എങ്ങനെയോ അതുപോലെയാണ് വേനൻ രാജാവായപ്പോൾ ഉണ്ടായത്. തോട്ടിയില്ലാത്ത ആനയെ പോലെ, അതായത് ഒരു ആനക്കാരൻ അടുത്തില്ലെങ്കിൽ ആന എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ മതം പൊട്ടി ആന പെരുമാറുന്ന പോലെ അയാൾ അഴിഞ്ഞാടാൻ തുടങ്ങി. നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിമാരെയൊക്കെ പോലെ തന്നെ. ഭഗവാന്റെ അടുത്ത് പോയ അവർക്ക് ഭഗവാനെ കാണാൻ താല്പര്യമില്ല, എങ്കിലും കഷ്ടപ്പെട്ട് അവിടെ പോയി നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കും. അങ്ങനെ ഉള്ള ഒരു അഹന്ത കൂടി, രാജാവായപ്പോൾ അഹന്ത കൂടി, രാജഭരണം അവനോന് ഇഷ്ടപ്പെട്ട രീതിയിലായി. പിന്നീട് ഉള്ള ഇത് മുഴുവൻ ദൈവങ്ങൾക്കാണ്. യാഗം നടത്താൻ പാടില്ല, സപ്താഹം വേണ്ട, സത്സംഗങ്ങൾ വേണ്ട, അമ്പലങ്ങൾ വേണ്ട, ആ രീതിയിലേക്ക് ആരും പൂജ കഴിക്കരുത്, ജപിക്കരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ വിഗ്രഹം അമ്പലത്തിൽ വെച്ച് പൂജിക്കാം, വേനായ നമഃ എന്ന രീതിയിൽ പ്രാർത്ഥനയോ പൂജാവിധികളോ അർച്ചനകളൊക്കെ നടത്താം. ആ രീതിയിൽ ഉള്ള നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പോയി. ദുഷ്ടന്മാരെ ഭഗവാൻ പന പോലെ വളർത്തും, ശരിയാണ്. എന്തുകൊണ്ടാ വെച്ചാൽ വീഴ്ചയുടെ ആഘാതം അറിയണമെങ്കിൽ അത്രയും ഉയരത്തിലെത്താം. എന്നാലേ വീഴ്ചയ്ക്ക് അല്ലേ 10-40 വണ്ടികളുടെ അകമ്പടിയും സെറ്റ് പ്ലസ് സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് നടന്ന് പിറ്റത്തെ ഒരു ദിവസം മുണ്ടും മടക്കി കുത്തി കിട്ടിയ നാട്ടുവഴി കൂടി എത്രയും പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിൽ എത്തുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് അറിയാൻ പോകും. ഇന്നത്തെ കാലത്തെ രാജാക്കന്മാരുടെ അതേ അവസ്ഥ തന്നെ. ഋഷീശ്വരന്മാർക്ക് പ്രയാസമായി. വേനനെ രാജാവാക്കിയത് അവരാണ്, ജനങ്ങൾക്ക് സ്വൈരക്കേട് ഉണ്ടാക്കി കൊടുത്തത് അവരാണ്. അവരെല്ലാവരും കൂടി ആലോചിച്ചു. അങ്ങനെ ഋഗ്വാദി ഋഷീശ്വരന്മാർ വേനനെ സമീപിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത് 5-6 ശ്ലോകം 14 മുതൽ 22 വരെയുള്ള ശ്ലോകത്തിലെ രാജാവിനെ അവർ അനുനയിപ്പിക്കുന്ന രീതികളാണ്. ഒരുപാട് പറഞ്ഞു, അച്ഛനെ കുറിച്ചൊക്കെ പറഞ്ഞു. അച്ഛൻ നല്ലൊരു രാജാവായിരുന്നു, ദൈവകാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുണ്ടായിരുന്നു, ഭഗവാന് രാജാവിന് പ്രീതി ഉണ്ടായിരുന്നു, അദ്ദേഹം എല്ലാ കാര്യങ്ങളും ധർമ്മിഷ്ഠനായിരുന്നു, അങ്ങനെ എല്ലാം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകനല്ലേ, അങ്ങ് ജനങ്ങളെ സംരക്ഷിക്കേണ്ടവനല്ലേ, ഒരു കരുതലോടെ കഴിയണ്ടേ, ഭഗവാനെ ആരാധിക്കാനല്ലേ പറയേണ്ടത്, അല്ലാതെ നിന്ദിക്കാനോ അല്ലെങ്കിൽ ദൈവം പാടില്ല, ആരാധിക്കരുത് എന്ന് പറയാനോ ഒന്നും പാടില്ലല്ലോ. അവിടെ വേനൻ ചിരിച്ചുകൊണ്ട് മുനിമാരോട് പറഞ്ഞു, ബാലിശാ ഭഗയൂയം വാ അധർമ്മേ ധർമ്മമാനിന. ഋഷിമാരെ, നിങ്ങളുടെ താടി മുടിയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് വിവരവും ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് പ്രായമേ ഉള്ളൂ, പക്വതയില്ല, പ്രായത്തിനനുസരിച്ച ബുദ്ധി നിങ്ങൾക്കില്ലല്ലോ, നിങ്ങൾക്ക് വെറും കുട്ടിത്തം, ബാലിശ ആണല്ലോ. ഞാനല്ലേ പ്രജകളെ നോക്കേണ്ടത്. അതുകൊണ്ട് പ്രജകളുടെ ദൈവമാരാ? ഞാൻ തന്നെ, വേറെ ദൈവമൊന്നും ഇവിടെ ഇല്ല. ധർമ്മം ഇല്ലാതെ ആവുമ്പോ രാജാവ് ഐശ്വര്യത്തിൽ നിന്നും താഴേക്കിറങ്ങും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് വേനന്റെ ഈ മറുപടി. ബ്രഹ്മാദി വിഷ്ണു ശിവന്മാർ തുടങ്ങി അനുഗ്രഹ നിഗ്രഹങ്ങൾക്ക് സമർത്ഥരായ ദേവന്മാർ രാജാവിന്റെ ശരീരത്തിൽ തന്നെ ഉണ്ട്. രാജാവ് സർവദേവ സ്വരൂപനാണ് എന്നും അവരോട് മുനിമാരോട് പറയുന്നു.
ഞാനാണ് അവരുടെ ഈശ്വരൻ. ജീവിതവൃത്തിക്ക് തരുന്ന ഭർത്താവിനെ വിട്ട് ജാരപുരുഷനെ സ്വീകരിക്കുന്ന സ്ത്രീകളെ പോലെയാണ് നിങ്ങളുടെ മനസ്സ് എന്ന് വരെ മുനിമാരോട് ഇത് പറഞ്ഞു. എന്നെ അല്ലാതെ മറ്റൊരാളെ പൂജിക്കാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല എന്നും കൂടി പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ ഋഷീശ്വരന്മാർ ഹും എന്നൊരു ശബ്ദം ഉണ്ടാക്കി വേനരാജാവ് കസേരയോടുകൂടി പുറകോട്ട് വീണ് മറിഞ്ഞ് മരിച്ചു. അയാളുടെ കഥ കഴിഞ്ഞു. അവരദ്ദേഹത്തിന്റെ ശവശരീരത്തെ തൊടാൻ പോലും നിന്നില്ല. കഷ്ടം എന്ന അർത്ഥത്തിൽ ഹും എന്ന് പറഞ്ഞു മാത്രം. ഹും ഹൃദയർവേനം ഹതമച്യുത നിന്ദയാ. അവരെ ധിക്കരിച്ചതിലല്ല, ഞാനല്ലാതെ മറ്റൊരു ഈശ്വരൻ ഇല്ല എന്ന രീതിയിൽ ഭഗവാനെ നിന്ദിച്ചപ്പോൾ അവർക്ക് സഹിച്ചില്ല. ഈ ഭഗവാൻ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഇതെല്ലാം പറയാൻ കഴിയുന്നത് എന്ന ചിന്ത പോലും അയാളില് ആ സമയത്ത് ഉണ്ടായില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. നമുക്കെന്തെങ്കിലും സംസാരിക്കാനോ പ്രവർത്തിക്കാനോ കഴിയണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം. വീണ്ടും അവിടെ അരാജകത്വം വന്നു. രാജാവില്ലാത്ത അവസ്ഥയാണ്. ദുഷ്ടനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ സമയത്ത് മറ്റു ദുഷ്ടന്മാരൊന്നും തലപൊക്കില്ല. ഒരു ദുഷ്ടനെ കൊണ്ടുള്ള ഉപദ്രവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രാജാവിന്റെ മരണം വീണ്ടും മറ്റു ദുഷ്ടന്മാരെല്ലാം പുറത്ത് വരാൻ തുടങ്ങി. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന അവസ്ഥയിലേക്ക് നാട്ടില് വീണ്ടും അരാജകത്വം കളിയാടാൻ തുടങ്ങി. ഋഷീശ്വരന്മാര് കൂടി ആലോചിച്ച് അങ്കന്റെ വംശം നശിക്കരുത് എന്ന് തീരുമാനത്തിലെത്തി. അവര് വേനന്റെ ശരീരം പുറത്തെടുത്ത്, വേനന്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ, തൈലത്തോണിയിൽ സൂക്ഷിച്ചു വെച്ച ആ വേനന്റെ ശവശരീരം പുറത്തെടുത്ത് ഇവന്റെ രാക്ഷസ സ്വഭാവം പുറത്തു വരട്ടെ എന്ന് തീരുമാനിച്ച് വേനന്റെ കാലുകൾ കടഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ കറുത്ത് കുറിയൊരു രൂപം പുറത്തു വന്നു. ചെമ്പിച്ച മുടിയോടെ ഒരു വികൃത രൂപം. നീ ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് അവനെ കാട്ടിലേക്ക് അയച്ചു. അങ്ങനെ വേനന്റെ കാട്ടാളത്വത്തെ മുഴുവൻ പുറത്തെടുത്ത് കാട്ടിലേക്ക് അയച്ചു. നിഷാദന്മാർ എന്ന കാട്ടാളവർഗം അങ്ങനെയാണ് ഉണ്ടായത്. തുടർന്ന് മുനിമാർ വേനന്റെ കൈകൾ കടയ്ക്കാൻ തുടങ്ങി. ആ കൈകളിൽ നിന്ന് ഭഗവാന്റെ അംശത്തോടു കൂടിയ പൃഥുവും മഹാലക്ഷ്മിയുടെ അംശത്തോടു കൂടിയ അർച്ചിസ് എന്ന സുന്ദരിയായ യുവതിയും ഉണ്ടായി. ലോകത്തിന് മംഗളം നൽകിയ ആദ്യത്തെ രാജാവാണ് പൃഥു. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ ആധുനിക കാലത്ത് നമ്മൾ പിന്തുടരുന്നു. പൃഥുചരിതത്തിന് മുമ്പായുള്ള ഒരു ഉപക്രമമായിട്ടാണ് ഈ അധ്യായങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. വേനൻ ഒരു ദുഷ്ടരാജാവാണ്, ഒരു ദുഷ്ട സ്വഭാവക്കാരനാണ്. എങ്കിലും അദ്ദേഹത്തിലും ഒരു ദൈവാംശമുണ്ട്. ഭഗവാന് എല്ലാവരും തുല്യരാണ്, ഭേദഭാവങ്ങളൊന്നും ഇല്ല എന്ന ഓർമ്മപ്പെടുത്തലുകളോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പാദ നമസ്കാരം ചെയ്തുകൊണ്ട് ഈ എന്റെ വലിയ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. സ്വാമി തിരുമേനിക്ക് പ്രത്യേക നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയർവാ ഖ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പ്രതസ്മൈ നാരായണായേരി സമർപ്പയാമി. സർവം നാരായണായേരി സമർപ്പയാമി. ഒഴുക്കുള്ള ഒരു ഭാഗം ആദ്യമായിട്ടെന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര അത്ഭുതം തന്നെയാണ് ശരിക്ക്. കഥ പറയുന്നതിന് ഒരു ചാതുര്യം ഉണ്ട് അല്ലേ ശരിക്ക്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരെയും ആ വേനന്റെ അടുത്തേക്ക്, കുറച്ച് നേരത്തേക്ക്, അല്ലെങ്കിൽ പൃഥുവിലേക്ക് എത്തുന്നതായിട്ടുള്ള അംഗം മഹാരാജാവിന്റെ കഥകളിലേക്കൊക്കെ എത്തിച്ചു. വളരെയധികം സന്തോഷം. എന്തായാലും നമുക്ക് ഇനിയിപ്പം ഒരാളും കൂടിയായി നമ്മുടെ ഭാഗവത കുടുംബത്തിനൊരു ആണുങ്ങളാണ് തീരെ കുറവ് ശരിക്കും. ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളാണ് കൂടുതൽ പറഞ്ഞത് അല്ലേ. എന്തായാലും വളരെയധികം സന്തോഷം. അതാണ് ആ ഒരു ഫാമിലിക്ക് തന്നെ ശരിക്ക് അല്ലെ, ഭാഗവത കുടുംബം എന്നുള്ളൊരു പേരിന് അന്വർത്ഥമായി ഇപ്പൊ ശരിക്ക്. ഇതിനകത്ത് പറയും ഈ ഭാഗവതത്തില് ആ ഉദ്ധവന്റെ ഉപദേശത്തിന്റെ അവിടെ പറയും ശരിക്ക് ഭഗവത് കഥകള് ഭർത്താവ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം, ഭാര്യ ഭർത്താവിന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പരസ്പരാനുകഥനം പാവനം ഭഗവത് യശ എന്നൊരു രീതിയിൽ പറയും. പരസ്പരം ഭഗവാന്റെ ആ കീർത്തിക്കുന്ന കീർത്തനങ്ങളും അല്ലെങ്കിൽ കഥകളും ഒക്കെ
അത് അന്വർത്ഥമാക്കിയിട്ടുള്ള ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യം അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്ക്രിപ്റ്റ് പത്മജയുടെ എന്ന് പറഞ്ഞു തരില്ല, ഈ സ്ക്രിപ്റ്റ് പത്മജ ആക്കാനുള്ള കാരണം ആരായിരുന്നു? അവിടെയാണ് ശരിക്കും അല്ലേ. ധ്രുവൻ അവിടെ എത്തിയപ്പോഴേക്കും ചോദിച്ചു, എന്നെ അമ്മയും കൂടെ കൊണ്ടുപോയാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞപ്പം പുരോഗതി ആനേനെ ഗച്ഛതി എന്ന് പറഞ്ഞ പോലെ പത്മജ ചേച്ചിയെ ഇതിനു വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്ന ആൾക്ക് ആദ്യം ഭഗവാൻ കണക്കാക്കുക. എന്തായാലും അത് വേണ്ട രീതിയിൽ അറിഞ്ഞ് അത് ചെയ്തതിന്റെ ഫലം കൊണ്ടാണ് ഇന്ന് 2 വാക്ക് അല്ലെ ഒരു ഇടതടവും ഇല്ലാതെ നമ്മളോട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം. ഇനിയും ബാലേട്ടന് ധാരാളം സത്സംഗങ്ങളും ഒക്കെ കൂടാനും ആരോഗ്യവും ആയുസ്സും ഒക്കെ ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു.